ഇവിടെ ലോക്കൽ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഇതുണ്ടോ എന്തൊക്കെയാണ് ഈ വാഴയിലേൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ഇതൊക്കെ പാക്കറ്റാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ. ഇതൊക്കെ ഒന്നും പ്രശ്നമില്ലേ. എന്തൊക്കെയുണ്ടെന്ന് അറിയാം. ചിക്കൻ ഉണ്ട്, മുട്ടയുണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, കോഴിക്കറിയുണ്ട്. ഇവരാണ് ഇവിടെ ഈ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇവിടുന്ന് വാങ്ങി കഴിക്കട്ടെ. തേങ്ങ അത് അവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് കണ്ടോ. ആഹാ, ചിക്കൻ്റെ കാലിനൊക്കെ എന്ത് വലിപ്പം. ഓരോ പാർട്സും വേറെ വേറെ ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഹാഫ് ചിക്കൻ അങ്ങനെ തന്നെ ബോണാണത് ചിക്കൻ്റെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ സ്വീറ്റ്സുകൾ. ഈ സാധനം നോങ് ഉണ്ടാക്കുമായിരുന്നു പണ്ട് വീട്ടിൽ. നല്ല രസമായി. കോയലപ്പം പോലത്തെ ഒരു സാധനം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തേങ്ങ എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നമ്മുടെ യെല്ലോ റൈസ് ഇല്ലേ, ചിക്കൻ യെല്ലോ റൈസ്, അതും പിന്നെ കാങ് അവിടെ ചിക്കൻ്റെ തന്നെ വേറൊരു വെറൈറ്റി, പിന്നെ ഒരു എഗ്ഗ് ഓഫ് ഫ്രൈ ഉണ്ട്, റൈസും പിന്നെ കൊക്കക്കോലയും. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഈ ചവയങ്ങ് തെണ്ടി തിരിഞ്ഞിട്ട് അവസാനം എത്തിയത് എയർപോർട്ടിൻ്റെ മുമ്പിലാണ്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? എടുക്കാം, വാ. സമയം എയർപോർട്ടിൽ വന്നപ്പോൾ ഫസ്റ്റ് എൻ്റെ കണ്ണിൽ പെട്ടത് ഇവനാണ്. ഇരിക്കാനുള്ള ഒരു സംഭവം ഉണ്ടാവിച്ചു. ഒറ്റ ഒരു മരം, പക്ഷെ അടിയിലുള്ളത് അതിൻ്റെ സ്റ്റാൻഡ് വേറെ ആയിരിക്കും. പക്ഷെ എന്ത് വലിപ്പമാണ്. കിടക്കുകയും ചെയ്യുക, ഇരിക്കുകയും ചെയ്യുക. അത് നമ്മുടെ സൗകര്യം പോലെ ഇരിക്കും. നല്ല മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു എയർപോർട്ടാണിത്, പക്ഷേ നല്ല ഭംഗിയുള്ള എയർപോർട്ട്. വളരെ ചെറിയൊരു എയർപോർട്ടാണ്, പക്ഷേ നല്ല ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ നല്ല ഒരു തണലുണ്ട്, കുറേ മരങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതൊരു സ്മോക്കിംഗ് ഏരിയയാണ് ഈ ഗാർഡനിൽ. ഇവിടെ വേറെയും അതേപോലെ ഒരു സംഭവം ഇരിക്കാൻ വേണ്ടി മരത്തിൻ്റെ വേരെങ്ങാനും ഇതങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാണ്. ആ കാണുന്നതാണ് എയർപോർട്ട്. അരൈവൽ ഹാൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു എയർപോർട്ട്, പക്ഷേ നല്ല ഭംഗിയായിട്ട് നല്ല അടക്കവും ഒതുക്കവും എന്നൊക്കെ പറയൂലേ, അങ്ങനെയുള്ള ഒരു എയർപോർട്ട്. മുകളിൽ എന്താ റൂഫ് എന്തുകൊണ്ടാണ് ചെയ്തത്, എന്തോ ഒരു പുല്ലാണ് അതിനിട്ടിട്ടുള്ളത്. ഇതല്ല, വെൽക്കം ടു സമൂയി എയർപോർട്ട്. ഇതാണ് വെൽക്കം ചെയ്യുന്നത് നമ്മളെ. ഇവിടെ കുറേ ചെടികളും പൂക്കളും, പുഴകളില്ല. മനോഹരമായി ലാൻഡ്സ്കേപ്പ് കണ്ടിട്ട് വേണം നമ്മളിങ്ങോട്ടേക്ക് ഇറങ്ങാൻ. അതിലെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു വന്നത്. ഇതിലെയാണ് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് ഇതിലാണ്. ഇതിലേ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ എൻഡിൽ പോയി പുറത്തേക്ക് ഇറങ്ങും. അരൈവൽ ഹാൾ. എയർപോർട്ട് കാണുമ്പോൾ യാത്ര ചെയ്യാൻ തോന്നുന്നു. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നല്ലോ അല്ലേ. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പ്രവേശനം. ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടോ, വെറുതെ സിംഗപ്പൂർ, പുക്കറ്റ്, ബാങ്കോക്ക് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അവിടെ പുറത്തൊരു കോഫി ഷോപ്പുണ്ട്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ലാൻഡ്സ്കേപ്പിംഗ് തന്നെയാണ്. നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാ പൂക്കൾ ഉണ്ടോ. പിന്നെ ഇതും ഇതേപോലെ കുറേ ഉണ്ട്, ഒന്നും രണ്ടോ ഒന്നുമല്ല.
ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ നല്ല സുഖം. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നതിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്. നിങ്ങൾ കേട്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അറിയില്ല, ഞാൻ കേട്ടു. ഇവിടെ 2 ഊഞ്ഞാലുണ്ട്, ഒന്നല്ല. 2ലും മാറി മാറി ഇരുന്ന് ഊഞ്ഞാലാടി ആടി വിളിച്ചു. ബീൻ ബാഗൊക്കെ ഇട്ടിട്ടുണ്ട് എയർപോർട്ടിൻ്റെ പുറത്ത്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളിങ്ങനെ ഒരു എയർപോർട്ടിൻ്റെ പുറത്ത് ആൾക്കാർക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ബീൻ ബാഗ് കണ്ടോ? 1 2 ഒന്നല്ല, കുറേ ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഡിപ്പാച്ചർ ഏരിയ. നമ്മൾ ആദ്യം കണ്ടത് അരൈവലായിരുന്നല്ലോ, ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് നടന്നു വന്നത്. ഇതിൻ്റെ പുറത്ത് ഇഷ്ടം പോലെ കടകളുണ്ട്, പല സാധനങ്ങളും വിൽക്കുന്ന. Bangkok Airways requests your kind assistance to check items in the checked baggage. If you have ഇവിടെ ഇത് കണ്ടോ? ഈ എയർപോർട്ടിൽ ഒരു മരം, അതിൻ്റെ മുകളിൽ ഇതേപോലെ കുറേ കായ്കൾ ഉണ്ടായിരിക്കുന്നു. ഈ ഒരു സംഭവം എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തി. വലിയ മരമാണത്, നല്ല തണൽ തരുന്ന ഒരു മരം. അതിൻ്റെ മേലെ നിറയെ ഇതേപോലെയുള്ള ഫ്രൂട്ടൊന്നുമല്ല, കഴിക്കാനൊന്നും പറ്റില്ല, ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു വണ്ടി പോകുന്നത് കാണുന്നുണ്ടോ? അതോ ദൂരെ റൺവേയിൽ? സമു എയർപോർട്ട്. ഇതാണ് ഇൻ്റർനാഷണൽ ഡിപ്പാച്ചർ. എല്ലാ സ്ഥലങ്ങളിലേക്കൊന്നും ഇവിടുന്ന് ഫ്ലൈറ്റ് ഡയറക്റ്റ് കിട്ടില്ല. സിംഗപ്പൂർ, ഹോങ്കോങ്ങിലേക്കൊക്കെ ഇവിടുന്ന് ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ചെറിയ എയർപോർട്ടാണെന്ന്. ഇവിടെ ഇത് ഡൊമസ്റ്റിക് ഡിപ്പാച്ചറാണ്. നേരെ തൊട്ടടുത്ത് ഇതാ ഇപ്പുറത്ത് ഇൻ്റർനാഷണൽ ഡിപ്പാച്ചർ കുറച്ച് ഡെസ്റ്റിനേഷനിലേക്കേ ഉള്ളൂ. ഒരേ ചെറിയൊരു ബിൽഡിങ്ങിൽ 2. പിന്നെ അരൈവൽ നമ്മൾ ആദ്യം കണ്ടത്. പക്ഷേ ഈ എയർപോർട്ടിൽ നിറയെ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്നുണ്ട്. ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഒരു 2-3 ഫ്ലൈറ്റ് വന്നു. 3 ഫ്ലൈറ്റ് വരികയും ചെയ്തു, 2 ഫ്ലൈറ്റ് പോവുകയും ചെയ്തു. നൂര് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, സമൂസ, ചിക്കൻ ടിക്ക, ബിരിയാണി, ഗാർലിക് നാൻ എല്ലാം ഉണ്ട്. സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി എല്ലാം കിട്ടും ഇവിടെ. ബട്ടർ ചിക്കൻ കറി വിത്ത് നാൻ 340 ബാത്ത്. ചിക്കൻ ബിരിയാണി ആൻഡ് റൈത്ത 350 ബാത്ത്. ചിക്കൻ ടിക്ക ചീസ് നാൻ 360 ബാത്ത്. ടൂന സാൻഡ്വിച്ച് ആൻഡ് ഓറഞ്ച് ജ്യൂസ് 350 ബാത്ത്. ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ. എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ട ഒരു വ്യൂവാണ്. എന്ത് മനോഹരമാണ് ഈ കടലിൻ്റെ ഈ കാഴ്ച നോക്ക്. ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ? അത് കഴിഞ്ഞിട്ട് അങ്ങ് ലാസ്റ്റ് അവസാനം ആ എൻഡിൽ ഒരു മല കിടക്കുന്ന കിടപ്പ് കണ്ടോ? എന്താ ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ടത്? വർണ്ണിക്കാൻ വാക്കുകളൊന്നുമില്ല. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് നോക്ക്. ഇത് ഞാൻ റോഡ് സൈഡിലൂടെ വരുമ്പോൾ കണ്ടപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഒന്നിങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. അതോ ആ കുന്നിൻ്റെ ആ ചെരുവിലാണ് എയർപോർട്ട്.
കിടിലൻ വ്യൂ, ഒന്നും പറയാനില്ലാത്ത വ്യൂ. അത് തന്നെ ഞാൻ കുറച്ചുകൂടെ മേലേക്ക് കയറി നിന്നിട്ട് നോക്കുമ്പോൾ അതിലും കൂടുതൽ മനോഹാരിത തോന്നി. എന്താ ഭംഗി! ഒരു കയറ്റം കയറുമ്പോൾ 2 കയറ്റം ഇറങ്ങണം, എന്നിട്ട് പിന്നെ 2 കയറ്റം ഇറങ്ങിയിട്ട് പിന്നെ ഒരു 3 കയറ്റം കയറണം. അതാണ് ഈ കൊ സാമോയിലെ റോഡിൻ്റെ പ്രത്യേകത. ഇത് കാണുന്നില്ല നിങ്ങൾ? കയറ്റം, വളവ്, തിരിച്ചിൽ, ഇടത്തോട്ട് വലത്തോട്ട്, മുമ്പോട്ട് പിന്നോട്ട്, എന്തൊക്കെയാണ്! അയ്യോ, റോഡ് ഭയങ്കര ഡേഞ്ചറസാണ്. മഴയും കൂടെ പെയ്തിട്ടുണ്ടെങ്കിൽ വലിയ അബദ്ധമാണ്. പിന്നെ വലിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുക. ഇനി കയറ്റം ഇറങ്ങണം, എന്നിട്ട് പിന്നെയും കയറണം. കാരണം ഇവിടുത്തെ ഭൂപ്രകൃതി അങ്ങനെയാണ്. അതാണ് നല്ല ചൂട് കാറ്റ്, എന്താ സുഖം! ഒരുപാട് വെള്ളം കുടിച്ചു വന്നു. വൈകുന്നേരം ആകുമ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പകൽ ഇത്രയും ചൂട്. ഇന്നലെ വൈകിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല. ഇന്ന് മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും വീഡിയോ എടുക്കും. ഇതുണ്ടോ, ഒരു കയറ്റം കയറി വന്നു, ഇനി ഇറങ്ങുന്നതുണ്ടോ? ഓ ഓ ഓ, ഇവിടെ ഒരു നല്ല ടേണിങ് എങ്ങനെ ഉണ്ടാവും! അത് മാത്രമല്ല, ഈ റോഡ് ഭയങ്കരമായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. റഫല്ല, പെട്ടെന്ന് സ്ലിപ്പാവും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ റോഡിൻ്റെ ഗതി. അന്ന് വീണതിന് ശേഷം തെങ്ങിൻ്റെ മുകളിൽ ഓല കാണുമ്പോൾ എനിക്ക് പേടിയാണ്. അങ്ങനെ ആ കയറ്റം കയറി, പിന്നെ ഒരു കയറ്റം കയറി, ഇങ്ങനെ പോവന്നെ. ഇന്ന് നല്ലോണം ഞാൻ ഓടി കേട്ടോ. ഇന്ന് ഓടി. അന്ന് നമ്മൾ ഇവിടേക്ക് പോയില്ലേ, ഷെയ്ൻ പോണ്ട വീട്ടിലേക്ക് പോയില്ലേ, അന്ന് ഞാൻ ഒരുപാട് കിലോമീറ്റർ ഓടിയിട്ടാണ് അവിടെ എത്തിയത്. കാരണം ഞാനന്ന് താമസിക്കുന്ന സ്ഥലത്തു നിന്ന് അവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു മണിക്കൂറിന് മേലെ എടുത്തിട്ടുണ്ടാവും. ഇത് നോക്ക്, ഒരു വ്യൂ കണ്ടോ? കിടിലൻ! എല്ലാം പൊളിച്ചു, എല്ലാം പൊളിയും. എന്ത് പറയണം ഞാൻ! ആ ഒരു ചെറിയ കുന്നതാ തലയും ചാച്ച് കിടക്കുന്നത് ആ കടലിൽ. വേറെ ഒരു ഉരുളൻ പാറക്കല്ലിതാ. കടലേ ഞാൻ വന്നോട്ടെ, കടലേ ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു സുനാമിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒരു പാറ കണ്ടോ? കടലിനോട് അനുവാദം ചോദിച്ച് നിൽക്കുക, എപ്പോഴാണ് എന്നെ കൊണ്ടുപോവുക, എന്നെ എപ്പോഴാണ് കൊണ്ടുപോകാന്ന് ചോദിച്ചിട്ട്. കടൽ കണ്ടോ? അപ്പുറത്തെ ആ ചെറിയ മല, ആ കുന്നിനെ കടലിൻ്റെ മടിത്തട്ടിലേക്ക് നല്ലോണം ചെരിച്ച് കിടത്തിയിരിക്കുക. ഇത് കണ്ടോ? കടലിൻ്റെ മടിത്തട്ടിൽ ആ മല ഇങ്ങനെ കിടക്കുന്നത് പോലെ തോന്നുന്നില്ലേ? പ്രകൃതി നല്ലോണം കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കൊ സാമോയ്ക്ക്. അതിവർ നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിനും തന്നു. എന്നിട്ട് ദൈവം സ്വന്തം അവിടെ താമസിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളം. പിന്നെ അവിടുന്ന് പോയി കളഞ്ഞു. നമ്മൾ ആ കേരളത്തിന് എന്തൊക്കെ ചെയ്തു. പ്രകൃതിനൊക്കെ നമ്മൾ വെട്ടിക്കീറി മുറിച്ച്. പക്ഷേ ഇപ്പം ദൈവത്തിൻ്റെ സ്വന്തം നാട് അത് തന്നെ കേരളമാണെന്നാണ് പറയുന്നത്. ഇത്രയും നേരം നല്ല വെയിലായിരുന്നേ. ഇപ്പം നല്ല കാർമേഘങ്ങൾ എൻ്റെ തലയുടെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
എനിക്ക് കുറച്ച് ഷെയ്ഡ് ഉണ്ടാക്കി തന്നതാ, വെയിൽ കൊള്ളുന്നല്ലോ പാവെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ടൂറിസ്റ്റുകൾ ഹെൽമെറ്റ് വെക്കും, പക്ഷേ പാൻറ്റും ഷർട്ടും ഒന്നും ഇടില്ല. ആ ചവേങ് ടൗണിൽ സിറ്റിയിൽ പോയപ്പോൾ എനിക്ക് ഒരുമാതിരി എന്തോ ആയി. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഞാൻ വീഡിയോ പോലും എടുത്തില്ലായിരുന്നു. ഈ പ്രകൃതി നമ്മുടെ ആ ഫാമിലുള്ള താമസിച്ചിട്ട് ഇപ്പോൾ വലിയ വലിയ സിറ്റിയിൽ പോകുമ്പോൾ എന്തോ ഒരു ഭയങ്കര ശബ്ദവും പൊല്യൂഷൻ്റെ പ്രശ്നവും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്ന വലിയ വലിയ വണ്ടികളല്ലേ, ഫോർച്യൂണർ, റേഞ്ചർ, ഇതൊക്കെ എല്ലാം ഇവിടെ ടൂറിസ്റ്റുകൾ സ്ഥിരമായിട്ട് 10, 15, 20 കൊല്ലമൊക്കെ ആയിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട്. യൂറോപ്യൻസ്, ടൂറിസ്റ്റുകളല്ല, ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവർ. വലിയ ലാൻഡും വാങ്ങിയിട്ട് പല ബിസിനസ്സുകളും ചെയ്തിട്ട് എന്തിന് ഏറെ പറയണം, ഇവിടെ മോട്ടോർ ബൈക്ക് പോലും റെൻറ്റിന് കൊടുക്കുന്നുണ്ട് ഓസ്ട്രേലിയക്കാരൊക്കെ. ജെറ്റ് സ്കി, ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരുപാട് പല ബിസിനസ്സുകളുണ്ട്. ജാപ്പാനീസ്, കൊറിയൻസ്, ചൈനീസ്, ഇറ്റാലിയൻ, ജർമ്മനി, ഓസ്ട്രേലിയൻ എല്ലാവരും ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. സീസണിലൊക്കെ ഇവിടുന്ന് ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ കാശ് വാരും, ചാകരയാണ്. ചവയെങ്കിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാ റോഡായിരുന്നു. അപ്പോൾ ഒരു റോഡ് കണ്ടു ബീച്ചിലേക്ക്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കണമല്ലോ അല്ലേ, അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇതൊരു ഫിഷർമാൻ, ആ ഫിഷർമാൻ വില്ലേജിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ബീച്ച് തന്നെയാണിത്. ഇവിടെയൊക്കെ ഇതെല്ലാം മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ്. ഇതൊക്കെ രാവിലെ മീനും പിടിച്ചു വന്ന് എല്ലാവരും കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. പക്ഷേ എന്തായാലും ഇവിടെ വന്നതല്ലേ, നമുക്കിതൊന്ന് കാണാമല്ലേ. അങ്ങോട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട്. ഒരു കാടുണ്ട്, പിന്നെ കുറേ പാറക്കെട്ടുകളുണ്ട്, പിന്നെ ഇതാ ഈ ഭാഗത്ത് ഒരു റിസോർട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം എന്താ ഉള്ളത് അല്ലേ. വാ, സംഭവം പൊളി സാധനമാണ്. ഇത് കണ്ടോ, ഇവിടെ ഹൈ ടൈഡ് ആകുമ്പോൾ നല്ല രസം ഉണ്ടാവും അല്ലേ. പാറ, നിറയെ പാറകളാണ്. ഞാൻ അതിലൂടെ വളരെ സാഹസികമായിട്ടൊന്നുമല്ല, എന്നാലും കല്ലൊന്നും കാലിൽ തട്ടാണ്ട് പോകണം. മുറിഞ്ഞു കഴിഞ്ഞാൽ വേദനിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഓ, ഇതിന് നമുക്ക് റോക്ക് ബീച്ച് എന്നൊരു പേര് കൊടുക്കാം വെറുതെ അല്ലേ. ആഹാ, ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കാട്, കല്ല്, കടൽ. വാവ്, അത് പൊളിച്ചു. കാടും കല്ലുകളും കടലും. ഇതിൽ തന്നെ പോകും ഞാൻ. ഇവിടെ വലിയൊരു കല്ലുണ്ട്, അതിൽ കയറി ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്താൽ സൂപ്പറായിരിക്കും. ഒരു പൊളി സ്ഥലം ഞാൻ നിൽക്കുന്നത്. കാടിൻ്റെയും കടലിൻ്റെയും ഇടക്ക് കല്ലിൻ്റെ മുകളിൽ. ആ, അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഒന്ന് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഹട്ട് ഉണ്ടായിരുന്നു മുമ്പ്, അതിപ്പോൾ പൊളിഞ്ഞു പോയി. വേറൊന്നുമല്ല, അതോ അവിടുന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മതിയല്ലേ, ഇവിടുന്ന് തിരിച്ചു പോവാ വേറെ എങ്ങോട്ടേക്കെങ്കിലും. നല്ല ചൂടുണ്ട്, ടയർഡാ.